ഒരു രാജ്യത്ത് കടന്നു കയറി ആ രാജ്യത്തിൻ്റെ തലവനെ കടത്തിക്കൊണ്ടു പോവുക. കേട്ടുകേൾവിയില്ലാത്ത നടപടിയെന്ന് തോന്നുമെങ്കിലും ചരിത്രം പരിശോധിച്ചാൽ അമേരിക്കൻ അധിനിവേശത്തിൻ്റെ നിരവധി കഥകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയോടും ഭാര്യ സിലിയ ഫ്ലോറസിനോടും അമേരിക്ക കാണിച്ചത്. അമേരിക്കൻ ഭീഷണികളെ എന്നും ധീരതയോടെ നേരിട്ട നേതാവിനെയാണ് ഒടുവിൽ ന്യൂയോർക്കിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അമേരിക്കയും മഡൂറോയും തമ്മിൽ ദീർഘകാലമായി നടന്നു വരികയായിരുന്ന പോരാട്ടത്തിലെ ഒരു നാടകീയ വഴിത്തിരിവാണിത്. മഡൂറോയെ ഡ്രഗ് കാർട്ടൽ നടത്തുന്നതായും മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നതായും അമേരിക്ക ആരോപിച്ചിരുന്നു. ഈ ആരോപണങ്ങളും കുറ്റപത്രങ്ങളും ഉയർത്തിയാണ് നിലവിലെ നടപടിയും. ഡൊണാൾഡ് ട്രംപിന്റെ അപ്രീതിക്കിരയായ മഡൂറോയുടെ രാഷ്ട്രീയ ജീവിതം തികച്ചും അസാധാരണമായിരുന്നു. ബസ് ഡ്രൈവറായി ജീവിതം ആരംഭിച്ച് തൊഴിലാളികളെ സംഘടിപ്പിച്ചുള്ള പോരാട്ടങ്ങളിലൂടെ ഉയർന്നു വന്ന് വെനസ്വേലയുടെ ഏറ്റവും ഉയർന്ന പദവിയിൽ വരെ എത്തിയ അദ്ദേഹം 1962 നവംബർ 23 കാരക്കാസിലെ ഒരു സാധാരണ തൊഴിലാളി കുടുംബത്തിലാണ് മഡൂറോ ജനിച്ചത്. പിതാവ് ഒരു ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു. സ്കൂൾ പഠനത്തിന് ശേഷം 1986 ക്യൂബയിൽ പോയി ഒരു വർഷത്തെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര പഠനം നടത്തി. വെനസ്വേലയിൽ മടങ്ങിയെത്തിയ അദ്ദേഹം മെട്രോ ബസ് ഡ്രൈവറായി ജോലിയിൽ പ്രവേശിച്ചു. 1990 തുടക്കത്തിലായിരുന്നു ഇത്. 92 ഹ്യൂഗോ ഷാവേസ് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച് ജയിലിലായപ്പോൾ വെനസ്വേലയുടെ നിരത്തുകളിൽ ബസ് ഓടിക്കുകയായിരുന്നു മഡൂറോ. അവിടെ നിന്ന് ഷാവേസിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ തൊഴിലാളികളെ സംഘടിപ്പിച്ച് പ്രചാരണം നടത്തി. തൊഴിലാളി യൂണിയൻ നേതാവായി വളർന്നു വന്നു. തൊഴിലാളികൾക്കിടയിലുള്ള ഈ സ്വാധീനം മഡൂറോയെ ഹ്യൂഗോ ഷാവേസിന്റെ വിശ്വസ്തനാക്കി. 99 ഷാവേസ് അധികാരത്തിൽ വന്നതോടെ മഡൂറോ ഭരണഘടനാ അസംബ്ലി അംഗമായി. തുടർന്ന് നാഷണൽ അസംബ്ലി പ്രസിഡന്റായി. 2006 മുതൽ 2012 വരെ വെനസ്വേലയുടെ വിദേശമന്ത്രിയായി. 2012 ഷാവേസിന്റെ വൈസ് പ്രസിഡന്റായി. അമേരിക്കയ്ക്കെതിരായ കർക്കശമായ നിലപാട് സ്വീകരിച്ച മഡൂറോയെ ഷാവേസ് തന്റെ പിൻഗാമിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഷാവേസിന് കീഴിൽ വിദേശമന്ത്രിയായിരുന്ന കാലത്ത് വെനസ്വേലയുടെ എണ്ണ സമ്പത്ത് ഉപയോഗിച്ച് അന്താരാഷ്ട്ര സഖ്യങ്ങൾ രൂപീകരിക്കുന്നതിനായി അദ്ദേഹം നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു. 2013 തെരഞ്ഞെടുപ്പിൽ ഷാവേസുമായുള്ള ആത്മബന്ധം ഉയർത്തി തന്നെയാണ് മഡൂറോ വോട്ട് നേടിയത്. അധികാരത്തിലെത്തിയപ്പോഴെല്ലാം അമേരിക്കയുടെ കണ്ണിലെ കരടായിരുന്നു മഡൂറോ. അമേരിക്കയും മറ്റു രാജ്യങ്ങളും മഡൂറോ ഭരണകൂടത്തിനെതിരെ ശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. 2020 അമേരിക്ക കുറ്റപത്രം സമർപ്പിച്ചു. ലഹരിക്കടത്തിന്റെ പേര് പറഞ്ഞാണ് അമേരിക്ക ഇപ്പോൾ കടന്നാക്രമണം നടത്തിയതും രാഷ്ട്രതലവനെ കടത്തിക്കൊണ്ടുപോയതും. മഡൂറോ ഒരു കുറ്റവാളിയാണെന്നും അമേരിക്കൻ ജനതയെ സംരക്ഷിക്കാൻ സൈനിക നടപടി ആവശ്യമാണെന്നുമാണ് ട്രംപ് ഭരണകൂടം വാദിക്കുന്നത്. വെനസ്വേലയിൽ നിന്ന് അമേരിക്കയിലേക്ക് ലഹരി മരുന്ന് എത്തുന്നുവെന്നും ക്രിമിനൽ ഭീകര ഗ്രൂപ്പുകളുമായി മഡൂറോ ശക്തമായ ബന്ധം സ്ഥാപിച്ച് അമേരിക്കയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും ട്രംപ് ആരോപിക്കുന്നു. 2020 മഡൂറോക്കെതിരെ ചുമത്തിയ ക്രിമിനൽ കേസുകളാണ് ഇപ്പോഴത്തെ നടപടി കാരണം എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നത്. നാർക്കോ ഭീകരവാദ രാജ്യത്തിന്റെ തലവനാണ് മഡൂറോ എന്നും അദ്ദേഹത്തെ അമേരിക്കയിലെത്തിച്ച് വിചാരണ നേരിടാൻ വേണ്ടിയാണ് ഈ നടപടിയെന്നും ട്രംപ് പലതവണ പ്രസ്താവിച്ചു. മഡൂറോക്കെതിരെ അമേരിക്കയിൽ നിരവധി കേസുകളുണ്ടെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസും പറയുന്നു. ക്രിമിനൽ ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് മഡൂറോ വെനസ്വേലയ്ക്ക് പുറത്തും അധികാരം വ്യാപിക്കുകയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. വെനസ്വേലയിൽ നിലവിലുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന കാർട്ടൽ ഡി ലോസ് സോലെസ് എന്ന ക്രിമിനൽ ശൃംഖലയുടെ തലവനാണ് മഡൂറോ എന്നാണ് അമേരിക്കയുടെ വാദം. 90കളുടെ തുടക്കത്തിൽ വെനസ്വേലയുടെ സൈന്യത്തിനുള്ളിൽ രൂപപ്പെട്ട വൻ ഉദ്യോഗസ്ഥരടങ്ങിയ ഒരു ക്രിമിനൽ സംഘമാണിത്. ഈ സംഘം ഇപ്പോഴും ഉണ്ടെന്നും അതിന് തലവനാണ് മഡൂറോ എന്നുമാണ് ട്രംപിന്റെ വാദം. മഡൂറോയ്ക്ക് ബന്ധമുണ്ടെന്ന് US ആരോപിക്കുന്ന മറ്റൊരു ക്രിമിനൽ സംഘമാണ് ട്രെൻ ഡി അരാഗ്വ. ഈ ഗ്രൂപ്പിനെയും അമേരിക്ക വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവർ അന്താരാഷ്ട്ര ലഹരിക്കടത്തിലും ആക്രമണങ്ങളിലും ഏർപ്പെടുന്നതായി അമേരിക്ക പറയുന്നു. ഈ സംഘടനകളെല്ലാം സഹായത്തോടെ മഡൂറോ ഭരണകൂടം അമേരിക്കയിലേക്ക് മാരകമായ ലഹരി മരുന്ന് എത്തിക്കുന്നുവെന്നും അമേരിക്ക ആരോപിക്കുന്നു. മഡൂറോ ഭരണകൂടം ഈ ക്രിമിനൽ ഗ്രൂപ്പുകളുടെ പ്രവർത്തനത്തെ തടയുന്നില്ലെന്നും അമേരിക്കയ്ക്ക് ആക്ഷേപമുണ്ട്. മറിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതായി വൈറ്റ് ഹൗസ് ആരോപിക്കുന്നു. ഈ ശൃംഖലകൾ പ്രവർത്തിക്കുന്നിടത്തും വിതരണം ചെയ്യുന്നിടത്തും ആക്രമണം നടത്താൻ തനിക്ക് അധികാരമുണ്ടെന്ന് ട്രംപ് അവകാശപ്പെടുന്നു. വെനസ്വേല അമേരിക്കയ്ക്ക് അവകാശപ്പെട്ട എണ്ണയും ഭൂമിയും സ്വത്തുക്കളും മോഷ്ടിക്കുകയാണെന്ന ആരോപണവും ട്രംപിനുണ്ട്. US ഉടമസ്ഥയിലുണ്ടായിരുന്ന പ്രൊജക്ടുകളും സ്ഥാപനങ്ങളും മഡൂറോ ദേശസാൽക്കരിച്ചിരുന്നു. വെനസ്വേലയിലെ എണ്ണ ഉറ്റിക്കൊണ്ടുപോകാൻ രൂപീകരിച്ച പ്രൊജക്ടുകളും സ്ഥാപനങ്ങളാണിവ എന്നാരോപിച്ചായിരുന്നു മഡൂറോയുടെ ഈ നീക്കം. ഇവ അമേരിക്കയ്ക്ക് തിരികെ നൽകണം എന്നാണ് ട്രംപിന്റെ ആവശ്യം. ഈ എണ്ണ സമ്പത്ത് തന്നെയാണ് നിലവിലെ ആക്രമണങ്ങളുടെ മൂല കാരണവും.